നമ്മുടെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഒരു വെളുത്ത മാക്സി ധരിക്കും, അതിനു മുകളിൽ ഒരു വെളുത്ത തട്ടവും ധരിക്കും എന്ന് കരുതി ആ സുഹൃത്ത് ഒരു സ്ത്രീയൊന്നുമല്ല കേട്ടോ. കാരണം ആ സുഹൃത്തിന് നീണ്ട ഒരു താടിയുണ്ട്. അപ്പോൾ ആള് ഒരു പുരുഷനാണ്. പിന്നെ എന്തിനാണ് ഈ വെളുത്ത മാക്സിയും അതുപോലെ തന്നെ വെളുത്ത ഒരു തട്ടവും ധരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കണ്ടാൽ ഒരു പുരോഹിതനാണെന്ന് തോന്നണം മറ്റുള്ളവർക്ക്. എങ്കിൽ മാത്രമേ ആളുകൾ അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഒരു വെളുത്ത മാക്സിയും വെളുത്ത തട്ടവും കറുത്ത നീണ്ട താടിയുമായിട്ടാണ്. എന്നിട്ട് ജനനം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇനി മരണം വരെ കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനിടയിൽ ഒരു പുതിയ വീഡിയോയിൽ ഒരു പരാമർശം ഞങ്ങൾ കേട്ടു. സൂഫികളെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. വളരെ രസകരമായ ഒരു പരാമർശമാണ് അദ്ദേഹം സൂഫികളെ കുറിച്ച് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മറുപടിയുമായി വന്നിരിക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിലുള്ളതും ആ ഷിയാക്കളുടെ ശിങ്കിടികളായ സൂഫികളെ പ്രചരിപ്പിക്കുന്നതുമായ ഇതുപോലെയുള്ള അനാചാരങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് എന്തിനാണ് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ജനങ്ങളെ ഇങ്ങനെ അനാചാരങ്ങളിൽ കൊണ്ടുപോയി തളച്ചിടുന്നത് എന്നാണ് എനിക്ക് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനോട് ചോദിക്കാനുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട സലഫി പുരോഹിതൻ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനോടാണ് ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത്. നമ്മളതിന് മറുപടി പറയേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനോട് ചോദ്യം ചോദിക്കുന്നതിനിടയിൽ അദ്ദേഹം സൂഫികളെ കുറിച്ച് നടത്തുന്ന ആ പരാമർശം, ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കാം. ആ ഷിയാക്കളുടെ ശിങ്കിടികളായ സൂഫികളെ പ്രചരിപ്പിക്കുന്നതുമായ ഷിയാക്കളുടെ ശിങ്കിടികളായ സൂഫികളെ പ്രചരിപ്പിക്കുന്നതുമായ സൂഫികൾ പ്രചരിപ്പിക്കുന്നതുമായ അപ്പോ ഷിയാക്കളുടെ ശിങ്കിടികളാണ് സൂഫികൾ. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഷിയാക്കൾ? അതിനു മുമ്പ് ഈ ഷിയാക്കളുടെ ശിങ്കിടികളായ സൂഫികൾ എന്ന് പറയുന്ന സലഫി യഥാർത്ഥത്തിൽ ആരാണ്? ഈ സലഫികൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ജാരസന്നതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു ജാരസന്നതിക്ക് ജന്മം നൽകാൻ, അതായത് ഈ സലഫികൾ എന്ന ജാരസന്നതികൾക്ക് ജന്മം നൽകാൻ ഈ സായിപ്പന്മാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എപ്പോഴാണ് ഈ കള്ളവെടികൾ പൊട്ടിച്ചത്? അക്കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ദൈവാനുഗ്രഹത്തോടുകൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: സലഫി എന്ന ജാരസന്നതിക്ക് ജന്മം നൽകാൻ സായിപ്പന്മാർ എപ്പോഴാണ് ഈ കള്ളവെടികൾ പൊട്ടിച്ചത്? അതാണ് നമ്മുടെ ചോദ്യം. AD 1921 മലബാർ മുസ്ലിങ്ങളുടെ പോരാട്ടത്തിന് ശേഷം സായിപ്പന്മാർ ഒരു പഠനം നടത്തി. ഈ മലബാറിലെ മുസ്ലിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പ്രചോദനം ലഭിക്കുന്നത്? 1498 മുതൽ മലബാറിലെ മുസ്ലിങ്ങൾ കുരിശി സൈന്യത്തിനെതിരെ പോരാടുന്നുണ്ട്. അതായത് ഈ കുരിശ് സൈന്യത്തിന്റെ പുതിയ പതിപ്പാണ് ഈ കോളനിവൽക്കരണം. യൂറോപ്പിൽ കുരിശ് യുദ്ധം അവസാനിപ്പിച്ച അതിന്റെ പിറ്റേന്ന് തന്നെ വാസ്കോ ഡ ഗാമ മലബാറിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഏതാണ്ട് 1492 കുരിശ് യുദ്ധം അവസാനിക്കുന്നത്. അതേ കാലത്ത് തന്നെ വാസ്കോ ഡ ഗാമ കുരിശ് യുദ്ധത്തിന്റെ പ്രത്യക്ഷമായ കുരിശ് യുദ്ധം മാറ്റിവെച്ചിട്ട് കുരിശ് യുദ്ധത്തിന്റെ പുതിയൊരു രൂപവുമായിട്ട് മലബാറിലേക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 1498 മുതൽ മലബാറിലെ മുസ്ലിങ്ങൾ
കുരിശ് സൈന്യത്തിനെതിരെ പോരാടുന്നുണ്ട്. ആ പോരാട്ടം 1921 വരെ നീണ്ടുനിന്നു. ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾക്കപ്പുറം ആ പോരാട്ടം നീണ്ടുനിന്നു. ബ്രിട്ടീഷുകാർ പഠനം നടത്തിയത് ഇതാണ്: എവിടെ നിന്നാണ് ഈ മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ പോരാടാനുള്ള പ്രചോദനം ലഭിക്കുന്നത്? അങ്ങനെ അവസാനം അവർ കണ്ടെത്തി, ഇവർക്ക് ഈ പ്രചോദനം ലഭിക്കുന്നത് സൂഫികളുടെ ദർഗകളിൽ നിന്നാണ്. മാത്രമല്ല, ശുഹദാക്കളുടെ ദർഗകളിൽ നിന്നും ഇവർക്ക് ഈ പ്രചോദനം ലഭിക്കുന്നുണ്ട്. ഇവരെ അത്തരം വിശ്വാസങ്ങളിൽ നിന്നും, മലബാറിലെ മുസ്ലിങ്ങളെ അത്തരം വിശ്വാസങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്തു ചെയ്യണം? ആ പഠനത്തിന്റെ അവസാനമാണ് സലഫിസത്തിന്റെ ആദ്യ പതിപ്പിന് ബ്രിട്ടീഷുകാർ രൂപം നൽകുന്നത് 1921 കാലഘട്ടത്തിൽ. ഈ 1921 കാലഘട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അക്കാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം മുറുക്കാൻ കെട്ട് ഉക്കത്ത് തിരികിട്ട് നടന്നു കഴിഞ്ഞാൽ, റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പോലീസ് പൊക്കും. പോലീസ് പൊക്കിയിട്ട് മടിക്കുത്തിൽ വെടിമരുന്ന് കൊണ്ടു നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ചാർജ് ചെയ്യും, അവനെ അകത്താക്കും. തിരുരങ്ങാടി, പരപ്പനങ്ങാടി ആ ഭാഗങ്ങളിൽ ഒരു പെട്ടിക്കട തുടങ്ങാൻ പോലും മുസ്ലിങ്ങൾക്ക് സാധ്യമായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ സമ്മതം വാങ്ങിയിരിക്കണം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് തിരുരങ്ങാടിയിൽ ഇന്നത്തെ PSMO കോളേജ്, ഓറിയന്റൽ സ്കൂൾ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ആ ഏരിയ മുഴുവനും ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകിയിട്ട് ഇവരവിടെ ഒരു യത്തീംഖാന സ്ഥാപിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് മുസ്ലിം സമൂഹത്തിൽ ഒരു യത്തീംഖാന രൂപപ്പെട്ടു വന്നത് തിരുരങ്ങാടിയിലാണ്. രൂപം നൽകിയത് ഈ സലഫികളുടെ ആദ്യ പതിപ്പുകളാണ്. രൂപം നൽകാൻ കാരണം 1921 പോരാട്ടത്തിൽ ഷഹീദായവരുടെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് തന്നെ വളർന്നാൽ പിന്നീട് അവരെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ ബ്രിട്ടീഷുകാർക്ക് സാധിക്കണമെന്നില്ല. യത്തീമായ ആ മക്കൾ 10-15 വർഷത്തിന് ശേഷം വളർന്നു വന്നാൽ ആ ശക്തിയെ നിയന്ത്രിക്കാൻ ഒരു ബ്രിട്ടീഷ് പട്ടാളത്തിനും സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ, ആ യത്തീം കുഞ്ഞുങ്ങളെ ബ്രിട്ടീഷുകാരുടെ അനുയായികളാക്കി വളർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് മമതയുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് തിരുരങ്ങാടിയിൽ ആദ്യമായി ഒരു യത്തീംഖാന സ്ഥാപിക്കുന്നത്. അങ്ങനെ ആ യത്തീം കുട്ടികളെ മുഴുവനും ആ യത്തീംഖാനയിലേക്ക് പറിച്ചു നടന്നു. അവിടെ ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ ഒത്താശയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. സ്വാഭാവികമായും ആ കുഞ്ഞുങ്ങൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള, ഇംഗ്ലീഷുകാരോടുള്ള വിരോധം ഇല്ലാതാവുന്നു. ഇത് സാധ്യമാക്കിയത് നമ്മുടെ സലഫികളുടെ ആദ്യ പതിപ്പാണ്. മറ്റൊന്ന്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എവിടെ നിന്നാണ് ഈ മുസ്ലിങ്ങൾക്ക് ഈ പോരാടാനുള്ള പ്രചോദനം ലഭിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ദർഗകളിൽ നിന്നാണ്, സൂഫികളുടെയും ശുഹദാക്കളുടെയും ദർഗകളിൽ നിന്നാണ്. അപ്പൊ ഇവരെ തുടർന്ന് അങ്ങോട്ട് 1921 ശേഷം മുസ്ലിം സമൂഹത്തെ, മലബാറിലെ മുസ്ലിം സമൂഹത്തെ ഈ ദർഗകളിൽ നിന്നും അകറ്റാൻ, അങ്ങനെ അകറ്റാൻ വേണ്ടി ഒരു പുതിയ പ്രസ്ഥാനത്തിന് ബ്രിട്ടീഷുകാർ രൂപം നൽകുന്നു. ആ പ്രസ്ഥാനമാണ് പിന്നീട് സലഫി പ്രസ്ഥാനമായിട്ട് രൂപം പ്രാപിക്കുന്നത്. അപ്പോൾ സലഫി പ്രസ്ഥാനക്കാരുടെ ജന്മം തന്നെ അങ്ങനെയാണ്. മലബാറിലെ മുസ്ലിങ്ങളെ ദർഗകളിൽ നിന്നും സൂഫികളിൽ നിന്നും അകറ്റി നിർത്തുക. ഇവർ ആദ്യമായി കയറിപ്പിടിച്ചത് മുഹിയുദ്ദീൻ മാലയിൽ തന്നെയാണ്. കാരണം 1610 മുതൽ 1921 വരെയുള്ള ആ 3 നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങളെ ഒറ്റക്കെട്ടായി നിലനിർത്തിയത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരുന്ന ഒരു ദിവ്യ കാവ്യം എന്ന് പറയുന്നത് മുഹിയുദ്ദീൻ മാലയാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ജാരസന്തതിയായ ഈ സലഫികൾ തുടക്കത്തിൽ തന്നെ മുഹിയുദ്ദീൻ മാലയെ കയറിപ്പിടിച്ചത്. ഇവരുടെ മുഖ്യ ശത്രു ഇബ്ലീസ് അല്ല, ദജ്ജാലല്ല, അങ്ങനെയുള്ള ഒരു ശക്തിയുമല്ല. ഇവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഈ മുഹിയുദ്ദീൻ മാല എന്ന ഒരു കാവ്യമാണ്. ആ കാവ്യത്തിൽ പിടിച്ചുകൊണ്ടാണ് ഇത്രയും കാലം
ഇവർ ഈ പ്രസ്ഥാനത്തെ, ഈ സലഫി പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ സലഫി പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നത് തന്നെ സൂഫികളിൽ നിന്ന്, അല്ലെങ്കിൽ സൂഫികൾ വിശ്രമിക്കുന്ന ദർഗകളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ അകറ്റുന്നതിന് വേണ്ടിയാണ്. രൂപപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ജാരസന്നതികളാണ് ഈ സലഫികൾ. എന്നിട്ട് ആ സലഫി ഇപ്പോൾ സൂഫിയെ കുറിച്ച് പറയുന്നത്, സൂഫികളെ കുറിച്ച് പറയുന്നത് ഷിയാക്കളുടെ ശിങ്കിടികൾ എന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ സലഫികൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആരാണ് ഈ ഷിയാക്കൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. AD 7-ാം നൂറ്റാണ്ടിന് മുമ്പ് ലോകത്തെവിടെയെങ്കിലും ഒരു ഭരണാധികാരി വിടവാങ്ങിയാൽ, അല്ലെങ്കിൽ കാലം ചെയ്താൽ, അല്ലെങ്കിൽ ചരമം പ്രാപിച്ചാൽ, പിന്നീട് അടുത്ത ഭരണാധികാരിയായിട്ട് വരുന്നത് ആ ഭരണാധികാരിയുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. അതായത് അക്കാലത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല, കുടുംബാധിപത്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ AD 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മദീനയിലെ ഭരണാധികാരി വിടവാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ബന്ധുക്കളുണ്ട്, ഭാര്യമാരുണ്ട്, പെൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത ഖലീഫയായിട്ട് വരുന്നത് അബൂബക്കർ അൽ സിദ്ദീഖാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സഹചാരി. ഇവിടെ ഒരു കുടുംബാധിപത്യമായിരുന്നുവെങ്കിൽ മറ്റാർക്കെങ്കിലും, ഈ അബൂബക്കർ അൽ സിദ്ദീഖിന് പകരം മറ്റാർക്കെങ്കിലും ഖലീഫയായിട്ട് വരാമായിരുന്നു. അവിടെയും തീർന്നില്ല. അബൂബക്കർ അൽ സിദ്ദീഖിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബന്ധുവല്ല അടുത്ത ഖലീഫയായിട്ട് വരുന്നത് ഉമർ അൽ ഫാറൂഖാണ്. ഉമർ അൽ ഫാറൂഖിന് ശേഷം, ഉമർ അൽ ഫാറൂഖിന് ഒരുപാട് ആൺകുട്ടികളുണ്ട്, പക്ഷേ അവരാരും പിന്നെ ഖലീഫയായിട്ട് വന്നില്ല. ഉമർ അൽ ഫാറൂഖിന് ശേഷം ഖലീഫയായിട്ട് വരുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന് ശേഷം മാത്രമാണ് അലി ബിൻ അബി താലിബ് ഖലീഫയായിട്ട് വരുന്നത്, അതായത് പ്രവാചകന്റെ അനുജൻ. ഇനി ഈ അലി ബിൻ അബി താലിബിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രവാചകന്റെ നുബൂവത്തിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് അലിയാണ്, പുരുഷന്മാരിൽ. ആദ്യം മനസ്സിലാക്കിയത് പത്നിയാണ്, ഖദീജ ബീബിയാണ്. പുരുഷന്മാരിൽ ആദ്യം മനസ്സിലാക്കുന്നത് അലിയാണ്. അലിക്കന്ന് 5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈ അലി എന്ന് പറയുന്നത് പ്രവാചകന്റെ മൂത്താപ്പയുടെ മകനാണ്, അബൂ താലിബിന്റെ മകനാണ്. അതായത് റസൂലുള്ളാഹിയുടെ അനുജനാണ് അലി. മുഹമ്മദ് റസൂൽ നുബുവത്തിന്റെ ആദ്യ ദിവസം ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചപ്പോൾ ഖദീജ ബീബി അലിയെ വിളിക്കുന്നു. വർക്കത്ത് ബിൻ നൗഫൽ എന്ന പുരോഹിതന്റെ അടുത്തേക്ക് അലിയെ പറഞ്ഞയക്കുന്നു. അലിക്കന്ന് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വർക്കത്ത് ബിൻ നൗഫലിനെ അലി കൂട്ടി വരുന്നു. അങ്ങനെ വർക്കത്ത് ബിൻ നൗഫൽ പറയുന്നു, ഇത് മോസസിന് ദിവ്യ വെളിപ്പാട് ലഭിച്ചതുപോലുള്ള ഒരു വെളിപ്പാടാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നു വർക്കത്ത് ബിൻ നൗഫൽ എന്ന പുരോഹിതനാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ ഘട്ടം മുതൽ, അതായത് നുബുവത്തിന്റെ ആദ്യ ഘട്ടം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അലി. എന്ന് മാത്രമല്ല, പ്രവാചകന്റെ മൂത്താപ്പയുടെ മകനാണ്, അപ്പോൾ അനുജനാണ്, കുടുംബക്കാരനാണ്. അപ്പോൾ പ്രവാചകന് ശേഷം സ്വാഭാവികമായും അലിയാണ് അധികാരത്തിൽ വരേണ്ടത്, അല്ലെങ്കിൽ ഖലീഫയാകേണ്ടത്. അലിക്ക് അന്ന് 28 വയസ്സോളം പ്രായമുണ്ട്, നല്ല പക്വതയുണ്ട്, ഒരുപാട് യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്. എന്നിട്ടും അവിടെ ഒരു കുടുംബാധിപത്യം അല്ലാത്തതുകൊണ്ട്, ജനാധിപത്യം ആയതുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തത് അബൂബക്കർ അൽ സിദ്ദീഖിനെയാണ്. അതിനുശേഷവും ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഉമർ അൽ ഫാറൂഖിനെയാണ്. അതിനുശേഷവും ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഉസ്മാൻ ബിനു അഫ്ഫാനെയാണ്. അതിനുശേഷം മാത്രമാണ് അലി ബിൻ അബി താലിബ് എന്ന പ്രവാചകന്റെ അനുജന് അവസരം ലഭിക്കുന്നത്. അലി ബിൻ അബി താലിബിന് 2 ആൺകുട്ടികളുണ്ട്, ഹസൻ, ഹുസൈൻ. ഇവർ രണ്ടുപേരും അധികാരത്തിൽ വരാതെ അവിടെ കുടുംബാധിപത്യം അല്ല, ജനാധിപത്യം ആയതുകൊണ്ട് പിന്നീട് അധികാരത്തിൽ വരുന്നത് മുആവിയയാണ്. ഈ മുആവിയയ്ക്ക് ശേഷം അധികാരം പിടിച്ചടക്കിയത് മുആവിയയുടെ മകനായ യസീദാണ്. അവിടെ ആ സന്ദർഭത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ ഒരു ചോദ്യവുമായി വന്നു.
എന്തുകൊണ്ട് യസീദ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നു യസീദിനെ അടുത്ത ഖലീഫയാക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകന് ശേഷം അലി ബിൻ അബി താലിബ് ഖലീഫയായില്ല? നിങ്ങൾ പറയുന്നു യസീദിനെ ഖലീഫയാക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അലി ബിൻ അബി താലിബിന് ശേഷം ഹസനോ ഹുസനോ ഖലീഫയായില്ല? ഇത് പറ്റില്ല മക്കളെ. ഇത് കുടുംബാധിപത്യമല്ല, ജനാധിപത്യമാണ്. ഈ ചോദ്യം ഉന്നയിച്ചവരെ മറുപക്ഷം, ഈ മറുപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ട് നമുക്കിവരെ ആത്മീയ മുസ്ലിങ്ങൾ എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു സമൂഹമാണ് മറുപക്ഷം. നമുക്കവരെ വിളിക്കാൻ പറ്റുന്നത് രാഷ്ട്രീയ മുസ്ലിങ്ങൾ എന്നാണ്. ഈ രാഷ്ട്രീയ മുസ്ലിങ്ങൾ മുഴുവനും മുആവിയയുടെ ഭാഗത്താണ്, യസീദിന്റെ ഭാഗത്താണ്. അപ്പോൾ യസീദിനെ ഖലീഫയാക്കിയപ്പോൾ ചോദ്യമുയർത്തിയ ആ കക്ഷികളെ ഈ രാഷ്ട്രീയ മുസ്ലിങ്ങൾ ഷിയാക്കൾ എന്ന് വിളിച്ചു പരിഹസിച്ചു. മുആവിയയ്ക്ക് ശേഷം യസീദ് തന്നെ വരണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ റസൂലിന് ശേഷം അലിക്ക് വരാമായിരുന്നു, അലിക്ക് ശേഷം ഹസനോ അല്ലെങ്കിൽ ഹുസനോ വരാമായിരുന്നു. അതുകൊണ്ട് ഈ നിയമം ഇവിടെ നടപ്പിലാവില്ല. ഈ ഷിയ ഗ്രൂപ്പിനെ, അതായത് ഷിയാക്കളെ, ഈ രാഷ്ട്രീയ മുസ്ലിങ്ങൾ ഷിയ എന്ന് വിളിച്ച് പരിഹസിച്ച ആ ഗ്രൂപ്പിനെ സഹായിക്കാൻ മറ്റൊരു കൂട്ടം ഇറങ്ങി വന്നു. ആ കൂട്ടം ഇതിനു മുമ്പ് അന്തർമുഖരായിരുന്നു. അതായത് മുആവിയ ഖിലാഫത്ത് സ്ഥാനം ഏറ്റെടുത്ത ഉടനെ അവരെല്ലാവരും ഉൾവലിഞ്ഞിരുന്നു. അവർ പിന്നെ പൊതുസമൂഹത്തിലോ പള്ളികളിലോ വരാറില്ല. അവർ തങ്ങളുടെ പ്രവർത്തികൾ വീടുകളിൽ വെച്ച് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ പേരാണ് സൂഫികൾ. ഈ റഫീഖ് സലഫി എന്ന സലഫി പുരോഹിതൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ സത്യമാണ്. ഷിയാക്കളുടെ ശിങ്കിടികൾ തന്നെയാണ് സൂഫികൾ. തുടക്കത്തിൽ തന്നെ അങ്ങനെയാണ്. ഷിയാക്കൾ എന്ന ഗ്രൂപ്പ് രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് തന്നെ സൂഫികൾ രൂപപ്പെട്ടു വന്നിരുന്നു. അവർ അന്തർമുഖരായി ജീവിച്ചിരുന്നു. പിന്നീട് ഈ ഷിയ എന്ന് പറയുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയ മുസ്ലിങ്ങൾക്കെതിരെ ചോദ്യം ഉന്നയിച്ചപ്പോൾ അവർക്കുള്ള പിൻബലവുമായി ഈ സൂഫികൾ രംഗത്ത് വന്നു. ആ ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ മുസ്ലിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ചോദ്യം ഉന്നയിച്ച വിഭാഗത്തെ ഷിയാക്കൾ എന്ന് വിളിച്ചപ്പോൾ അവർ സ്വയം തങ്ങളെ പരിചയപ്പെടുത്തിയത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന പേരിലായിരുന്നു. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്. ഈ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന അവകാശവാദം തന്നെയാണ് സുന്നികൾ ഉന്നയിക്കുന്നത്, സലഫികൾ ഉന്നയിക്കുന്നത്, ഇസ്ലാഹി പ്രസ്ഥാനക്കാർ ഉന്നയിക്കുന്നത്. ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകാരും അവകാശപ്പെടുന്നത്, എല്ലാ പ്രസ്ഥാനക്കാരും അവകാശപ്പെടുന്നത് തങ്ങളാണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്നാണ്. തങ്ങളാണ് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആദ്യത്തെ വാദം ഉന്നയിച്ചത് മുആവിയയുടെ കാലത്തെ രാഷ്ട്രീയ മുസ്ലിങ്ങളാണ്. അവർ സാംസ്കാരികമായി അല്ലെങ്കിൽ ആത്മീയമായി മുസ്ലിങ്ങളല്ല. ആത്മീയ മുസ്ലിങ്ങൾ മറുപക്ഷത്താണുള്ളത്. കുറച്ചുപേർ സൂഫികളായിട്ട് അങ്ങനെ അന്തർമുഖരായി നിൽക്കുന്നു. മറ്റുള്ളവർ എന്തുകൊണ്ട് യസീദ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പിണങ്ങി നിൽക്കും. ഈ ഷിയാക്കൾ ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, എന്തുകൊണ്ട് യസീദ്? പിന്നീട് യസീദ് ഈ പ്രവാചകന്റെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ രണ്ട് പേരക്കിടങ്ങളായ അല്ലെങ്കിൽ അലി ബിൻ അബി താലിബിന്റെ കുഞ്ഞുങ്ങളായ ഹസനെ ഇവർ വിഷം കൊടുത്തു കൊന്നു, ഹുസനെ അവർ തല വെട്ടിക്കൊന്നു. യസീദിന്റെ ആളുകൾ ഹുസൈന്റെ തലവെട്ടി കുന്തത്തിൽ നാട്ടിയപ്പോഴാണ് ഈ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് സ്വയം അവകാശപ്പെട്ട ആ ഗ്രൂപ്പിന്റെ കണ്ണു തള്ളിപ്പോയത്. പിന്നീട് അവർ യസീദിനോട് പകരം വീട്ടി എന്നതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഈ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അവർക്കേറെ ഷിയാക്കൾ എന്തുകൊണ്ട് യസീദ് എന്ന ഒരു ചോദ്യവുമായി വന്നു എന്ന ആ ശത്രുത ഇന്നും അവരിൽ നിലനിൽക്കുന്നുണ്ട്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ ഗ്രൂപ്പുകാർക്കിടയിൽ, ആ പ്രസ്ഥാനക്കാർക്കിടയിൽ ഷിയാക്കളോടുള്ള ആ പണ്ടത്തെ ശത്രുത ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സലഫി പറഞ്ഞിരിക്കുന്നത് ഷിയാക്കളുടെ ശിങ്കടികളാണ് സൂഫികൾ എന്നാണ്. എൻ്റെ സലഫി പുരോഹിത, താങ്കൾ എങ്ങനെയാണ് ഇന്ന് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഞെളിയുന്നത്? താങ്കൾ ആകാശത്തു നിന്ന് പൊട്ടിമുളച്ചതാണോ? അല്ലല്ലോ. ഈ കേരളത്തിൽ ജന്മമെടുത്ത വ്യക്തി തന്നെയല്ലേ.
കേരളത്തിൽ മലബാറിൽ ഖുർആൻ എന്ന വേദഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് മാലിക് ബിനു ദീനാർ എന്ന സൂഫിയാണ്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വേദഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് ഇബ്രാഹിം ബാദുഷാ എന്ന സൂഫിയാണ്. ഉത്തരേന്ത്യയിൽ വേദഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി എന്ന സൂഫിയാണ്. ഇങ്ങനെ ലോകത്തിൻ്റെ ഏത് മുക്കും മൂലയിലും എടുത്താലും അവരുടെ പഴയ ചരിത്രം പരിശോധിച്ചാൽ അവിടെയൊക്കെ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആദ്യമായി പരിചയപ്പെടുത്തിയ വ്യക്തികൾ മുഴുവനും യഥാർത്ഥത്തിൽ സൂഫികളായിരുന്നു, സലഫികളായിരുന്നില്ല. 1921 മുതൽ ബ്രിട്ടീഷുകാരാൽ ജന്മമെടുത്ത സലഫികളല്ല ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഖുർആൻ എന്ന വേദഗ്രന്ഥം പ്രചരിപ്പിച്ചത്, സൂഫികളായിരുന്നു. ഏത് ഭാഗമെടുത്ത് പരിശോധിച്ചാലും അവിടെ ഒരു സൂഫിയെ കാണാം. ആ സൂഫിയാണ് ആ പ്രദേശത്ത് ഖുർആൻ എന്ന വേദഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത്. എന്നിട്ടും ഈ സലഫി പറയുന്നു ഷിയാക്കളുടെ ശിങ്കടികളാണ് സൂഫികൾ എന്ന്. സൂഫികളാണ് കേരളത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, സൂഫികളാണ് തമിഴ്നാട്ടിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, സൂഫികൾ തന്നെയാണ് ഉത്തരേന്ത്യയിൽ മുഴുവനും ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ സലഫികൾ രൂപപ്പെട്ടു വരുന്നത്. എന്നിട്ട് കുറ്റം പറയുന്നത് സൂഫികൾ ഷിയാക്കളുടെ ശിങ്കടികളാണ് എന്നാണ്. ഇനി ഈ ആരാണ് ഈ സൂഫികൾ എന്നതിനെ കുറിച്ച് നമ്മുടെ റഫീഖ് സലഫിക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. സൂഫി എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം പോലും ഇന്നും അജ്ഞാതമാണ്. എന്താണ് ഈ സൂഫി? യഥാർത്ഥത്തിൽ ഈ പദം, സൂഫി എന്ന പദം തന്നെ എവിടെ നിന്നാണ് വന്നത് ഇന്നും അജ്ഞാതമാണ്. അതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, ഈ സൂഫി എന്ന പദം ഒരു ഫോർമുലയാണ്. സൂഫി എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു വ്യക്തിക്ക് മനസ്സിലാവണമെങ്കിൽ ആ വ്യക്തി സൂഫി ആയിരിക്കണം. ഒരു വ്യക്തി സൂഫി ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് സൂഫി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നതോടുകൂടി ആ വ്യക്തി സൂഫിയായി മാറും. രണ്ടാമത്തത്, ഒരു സൂഫിക്ക് മറ്റൊരു സൂഫിയെ തിരിച്ചറിയാനുള്ള ഒരു രഹസ്യ കോഡ് അല്ലെങ്കിൽ ഒരു ഫോർമുല, അതും ഈ സൂഫി എന്ന വാക്കു തന്നെയാണ്. ഈ സൂഫി എന്ന വാക്കിൽ ഒരുപാട് തന്ത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സൂഫി എന്ന വാക്കിൻ്റെ അർത്ഥം റഫീഖ് സലഫിക്ക് അറിയുമെങ്കിൽ, റഫീഖ് സലഫി, ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ 10,000 കണക്കിന് വ്യൂസിന് മുമ്പിൽ നിങ്ങളൊന്ന് അവതരിപ്പിക്കും. എന്താണ് ഈ സൂഫി? സൂഫി എന്ന പദത്തിൻ്റെ അർത്ഥമെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ സലഫി കുഞ്ഞുങ്ങൾക്ക്. സൂഫി എന്ന പദത്തിൻ്റെ അർത്ഥം വളരെ രഹസ്യമാണ്. ഒരു പക്ഷേ നമുക്കത് വിവരിക്കേണ്ടി വന്നേക്കാം. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത കാലത്ത് അത് വിവരിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഏതാണ്ട് ലോകാവസാനത്തിൻ്റെ ആ ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ സൂഫി എന്ന പദത്തിൻ്റെ അർത്ഥം ഇനി രഹസ്യമാക്കി വെക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ വെളിവാക്കാനുള്ള സമയം ഏതാണ്ട് അടുത്ത് വന്നിരിക്കുന്നു. ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു വ്യക്തമായ ഒരു തെളിവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഈ സൂഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കും. ആ ഘട്ടത്തിൽ അങ്ങനെ പരസ്യമായതുകൊണ്ട് ഒരു അപകടവും സൂഫിസത്തിന് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ പരസ്യമാക്കാൻ ചില അപകടങ്ങൾ സംഭവിക്കും. പല കഞ്ചാവുകാരും പല കള്ളുകുടിയന്മാരും സൂഫിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരും. അപ്പോൾ സ്വാഭാവികമായി മറ്റെല്ലാവരും തെറ്റിദ്ധരിക്കും, ജനങ്ങൾ തെറ്റിദ്ധരിക്കും, ഇദ്ദേഹം സൂഫി തന്നെയാണെന്ന് തെറ്റിദ്ധരിക്കും. തൽക്കാലം സൂഫി എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ രഹസ്യമാക്കി വെക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു സലഫിക്ക് സലഫി തന്നെ ആവണമെന്നില്ല, ആരായാലും ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനോ ഏതെങ്കിലും ഒരു വിദ്വാനോ സൂഫി എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കട്ടെ. സാധിക്കില്ല, അത് വളരെ രഹസ്യമാണ്. ഇനി എവിടെ നിന്നാണ് ഈ സൂഫികൾ പൊട്ടിപ്പുറപ്പെടുന്നത്? ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ്. മുആവിയ അധികാരത്തിൽ എത്തിയതോടുകൂടി യഥാർത്ഥ മുസ്ലിങ്ങൾ, രാഷ്ട്രീയ മുസ്ലിങ്ങളല്ലാത്ത, മുനാഫിക്കങ്ങളല്ലാത്ത, മുആവിയുടെയും അബൂ ഹുറൈറയുടെയും ശിങ്കടികളല്ലാത്ത യഥാർത്ഥ മുസ്ലിങ്ങൾ, പ്രവാചകന്റെ യഥാർത്ഥ അനുചരന്മാർ
അവർ അന്തർമുഖരായി മാറിയിരുന്നു. ഒരു സൂഫി ജീവിതത്തിലേക്ക് അവർ മാറിയിരുന്നു. അവിടെ മുതലാണ് ഈ ഇസ്ലാമിലെ സൂഫിസം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ സൂഫിസത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ സൂഫികൾ പിന്നീട് ഷിയാക്കൾ ആ ചോദ്യം ഉന്നയിച്ചപ്പോൾ, എന്തുകൊണ്ട് യസീദ് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ, ഈ സൂഫികൾ ഷിയാക്കളെ സപ്പോർട്ട് ചെയ്തു എന്നത് ഒരു സത്യം തന്നെയാണ്. ആ സത്യം ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല എന്ന് കരുതി സൂഫികൾ ഷിയ ഗ്രൂപ്പിൻ്റെ ശിങ്കിടികളൊന്നുമല്ല. ഇനി നമുക്ക് ഈ റഫീഖ് സലഫിയുടെ, നമ്മൾ ഇവിടെ ചർച്ചക്കെടുത്ത വീഡിയോയുടെ അടുത്ത ഭാഗം ഒന്ന് പരിശോധിച്ച് നോക്കാം. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ ആ വീഡിയോയുടെ ആദ്യ ഭാഗമാണ്. ഇടയിൽ നിന്നാണ് നമ്മൾ ഈ സൂഫിയെക്കുറിച്ചുള്ള പരാമർശം മുറിച്ചെടുത്തത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ അടുത്ത ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ സലഫി പുരോഹിതന്റെ ആ വീഡിയോയുടെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. അതായത് ഇടയിൽ പറയേണ്ട കാര്യമാണ്, ഇത് വിട്ടുപോയത്. അപ്പൊ ഞങ്ങളിവിടെ പറഞ്ഞത്, ഞങ്ങളിവിടെ അവകാശപ്പെട്ടത് 1921 മുതലാണ് ഈ സലഫി പ്രസ്ഥാനം ജന്മം കൊണ്ടത് എന്നാണ്. സ്വാഭാവികമായിട്ടും പുതുതലമുറ ഒരു ചോദ്യമായി ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ സലഫി പ്രസ്ഥാനം ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തത്, ലോകം മുഴുവൻ പരന്നത്, ലോകം മുഴുവൻ വ്യാപിച്ചത് എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കാം, ഉന്നയിക്കാം. എൻ്റെ സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണ്. ഏഷ്യയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ കോളനികളായ ഈ ബ്രിട്ടീഷുകാർ ഏതെങ്കിലും ഒരു രാജ്യത്ത്, അവരുടെ ഏതെങ്കിലും ഒരു കോളനിയിൽ ഒരു കാര്യം നടപ്പാക്കിയിട്ട് അത് വിജയിച്ചു കഴിഞ്ഞാൽ, അത് ഫലം കണ്ടെത്തി കഴിഞ്ഞാൽ, അതേ തന്ത്രം തന്നെ, അതേ കുതന്ത്രം തന്നെ അവരുടെ മറ്റെല്ലാ കോളനികളിലും അവർ നടപ്പിൽ വരുത്തും. 1921 പോരാടുന്ന മുസ്ലിങ്ങളെ ആ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇവിടെ ഒരു സലഫി പ്രസ്ഥാനത്തിന് ജന്മം നൽകിയപ്പോൾ അതേ തന്ത്രം തന്നെ മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും ഒരേ സമയത്ത്, മറ്റെല്ലാ കോളനികളിലും ഒരേ സമയത്ത് അവർ നടപ്പിലാക്കി. അങ്ങനെയാണ് ഈ ഒരേ സമയത്ത് തന്നെ സലഫി പ്രസ്ഥാനം ലോകം മുഴുവനും വ്യാപിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കേരളത്തിൽ രൂപമെടുക്കുകയും എന്നിട്ടത് സൗദി അറേബ്യയിലേക്ക് പോവുകയും ചെയ്തതല്ല. ഒരേ സമയത്ത് തന്നെ കേരളത്തിലും അപ്പോൾ തന്നെ സൗദി അറേബ്യയിലും രൂപം കൊണ്ട ഒരു ബ്രിട്ടീഷ് ജാരസന്നതി, ജാരപ്രസ്ഥാനമാണ് ഈ സലഫി പ്രസ്ഥാനം. അതല്ല, അങ്ങനെയല്ല ചരിത്രം മറ്റൊരു വിധത്തിലാണ്. അതൊന്നുമല്ല സലഫി പ്രസ്ഥാനം. ഈ സൂഫി തൊള്ളക്ക് തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു കൂവുന്നതാണ്. ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ചരിത്രവുമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യം ചർച്ച ചെയ്യാം. നമുക്കിനി ഈ സലഫി പുരോഹിതന്റെ വീഡിയോയുടെ അടുത്ത ഭാഗം കേട്ടു നോക്കാം. ഈ കോവിഡ് കാലത്ത് ജനങ്ങൾ ആത്മീയമായി വലിയ ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ചില മുസ്ലിയാക്കന്മാർ ജനങ്ങളെ സാമ്പത്തികമായി വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വല്ലാതെ ഇവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡിൽ നിന്ന് രക്ഷ കിട്ടാൻ ഇന്ന ദിക്റുകൾ ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ തട്ടിപ്പടച്ചുണ്ടാക്കിയ ചില ദിക്റുകൾ, അതിന് എണ്ണവും മണ്ണവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് ചൊല്ലാൻ പറയുകയാണ് ഇവർ. സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ രൂപത്തിലുള്ള പല ദിക്റുകളും പ്രചരിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ എതിർ പ്രസ്ഥാനക്കാർ, അബ്ദുസമദ് പൂക്കോടിന്റെ പ്രസ്ഥാനം ആത്മീയ കച്ചവടം നടത്തുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ് എന്നാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയാണ്. ഇദ്ദേഹം ഒരു നവോത്ഥാന നായകനാണ്. എൻ്റെ സലഫി പുരോഹിത, അവർ ദിക്റും സ്വലാത്തുകളുമാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വിൽക്കുന്നത് എന്താ? പുരോഹിത പുരാണങ്ങളല്ലേ? ഹദീസ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പുരോഹിത പുരാണങ്ങളല്ലേ നിങ്ങൾ വിൽക്കുന്നത്? ആ പുരോഹിത പുരാണങ്ങളിൽ തന്നെയുള്ള ദിക്റുകളും സ്വലാത്തുകളുമല്ലേ അവരും വിൽക്കുന്നത്? അതായത് ഒരേ ചാക്കിൽ വന്ന സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും വിൽക്കുന്നത്. നിങ്ങൾ വിൽക്കുന്നത് മുഴുവനായിട്ട് വിൽക്കുന്നു. അതായത് നമ്മൾ ചില കടകളിൽ പോയാൽ
ഒരു കോഴി അങ്ങനെ തന്നെ വാങ്ങേണ്ടി വരും, മുഴുവനായിട്ടും വാങ്ങേണ്ടി വരും. മറ്റു ചില കടകളിൽ പോയാൽ ബ്രോയിലർ കോഴി അറുത്ത് തൊലി പൊളിച്ച് കഷ്ണം കഷ്ണമാക്കിയിട്ട് 50 രൂപക്ക് 100 രൂപക്കൊക്കെ തരും. ഞാൻ ആദ്യം പറഞ്ഞു, കോഴിയെ മുഴുവനായിട്ടും വിൽക്കുന്ന കട, ആ കടയാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾ വിൽക്കുന്നത് പുരോഹിത പുരാണങ്ങൾ അതേപോലെ അങ്ങനെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ വിൽക്കുന്നത് പുരോഹിത പുരാണങ്ങളിൽ നിന്ന് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ വേർതിരിച്ചെടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ കോഴിയെ പീസ് പീസാക്കുന്ന പോലെ പീസ് പീസാക്കിയിട്ടാണ് അവർ വിൽക്കുന്നത്. അതായത് അബ്ദുൽ സമദ് പൂക്കോട്ടൂരിന്റെ പ്രസ്ഥാനം വിൽക്കുന്നത്. പുരോഹിത, സലഫി പുരോഹിത, താങ്കളും ആത്മീയ കച്ചവടം തന്നെയാണ് ചെയ്യുന്നത്. താങ്കൾ ദൈവത്തിലേക്കുള്ള ഒരു മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയല്ല ചെയ്യുന്നത്. താങ്കൾ ഒരു വേദഗ്രന്ഥം വെച്ചിട്ട് ആ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. താങ്കൾ ചെയ്യുന്നത് താങ്കൾക്ക് മുമ്പിലുള്ള പുരോഹിതന്മാർ, താങ്കൾക്ക് മുന്നേ വന്ന പുരോഹിതന്മാർ, അതായത് സിറിയയിലെ അല്ലെങ്കിൽ റോമയിലെ, ആദ്യകാലത്തെ റോമയിലെ ഇസ്രായേൽ സന്നദ്ധികളിൽ നിന്ന് ഇസ്മയിൽ സന്നദ്ധികളിലേക്ക് ചേക്കേറിയ ചാര പണ്ഡിതന്മാരുടെ കുത്തിക്കുറിക്കലുകൾ അവർ കുത്തിക്കുറിച്ച് വെച്ചതാണ് താങ്കൾ മുഴുവനായിട്ടും കച്ചവടം ചെയ്യുന്നത്. അടുത്ത് തൊലി പൊളിക്കാതെ അതേ രൂപത്തിൽ കച്ചവടം ചെയ്യുന്നത്. മറ്റവർ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അടുത്ത് തൊലി പൊളിച്ച് പീസ് പീസാക്കി കച്ചവടം ചെയ്യുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ ചെയ്യുന്നതും ആത്മീയ കച്ചവടമാണെങ്കിൽ താങ്കൾ ചെയ്യുന്നതും ആത്മീയ കച്ചവടമാണ്. നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നതും ആത്മീയ കച്ചവടമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും പിശാചിന്റെ അവതാരങ്ങൾ തന്നെയാണ് എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. സുഹൃത്തുക്കളെ, നമുക്ക് വീഡിയോയുടെ അടുത്ത ഭാഗം കാണാം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ദാനധർമ്മം നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാം. സലഫി പുരോഹിത, ഈ ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റീരിയൽ, ഒരു ടാഞ്ചിബിൾ, അതായത് തൊടാൻ പറ്റുന്ന ഒരു വസ്തു തന്നെ ദാനം ചെയ്യണം എന്നുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് ബിരിയാണി വെക്കുന്നു, എന്നിട്ട് കുറച്ച് ഇതുപോലുള്ള കുറച്ച് പുരോഹിതന്മാരെ വിളിക്കുന്നു, അവർക്കൊക്കെ വിളമ്പി കൊടുക്കുന്നു. അത് മാത്രമാണോ ഈ ദാനം? ഇന്ന് സലഫി ഉസ്താദിന്, സലഫി പുരോഹിതന് ഒരു 500 രൂപ കൊടുക്കാം എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടില്ല, തൽക്കാലം അങ്ങനെ സങ്കല്പിക്കാം. എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കാം. എൻ്റെ മാതാപിതാക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു 500 രൂപ സലഫി പുരോഹിതന് ദാനം ചെയ്യാം എന്ന് നിയത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നു. എന്നിട്ട് ഞാൻ ഇന്ന് ഏതെങ്കിലും ഒരു ബംഗാളിയുടെ കൂടെ കൂലിപ്പണിക്ക് പോകുന്നു, വൈകുന്നേരം ക്ഷീണിച്ചു വരുന്നു, വന്നിട്ട് 500 രൂപ എടുത്തിട്ട് ഈ സലഫി പുരോഹിതന് ദാനം ചെയ്യുന്നു. എൻ്റെ സലഫി പുരോഹിത, ഇങ്ങനെ മാത്രമേ ദാനം ചെയ്യാൻ പാടുള്ളൂ? നമുക്ക് അറിവുകൾ ദാനം ചെയ്യാമല്ലോ, നമുക്ക് സ്നേഹം ദാനം ചെയ്യാമല്ലോ, നമുക്ക് കൃപ ദാനം ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ ദാനം ചെയ്തൂടെ? ഒരു മെറ്റീരിയലിനപ്പുറത്ത്, ഒരു വസ്തുവിനപ്പുറത്ത് നമുക്ക് പലതും ദാനം ചെയ്യാം. മെറ്റീരിയൽ തന്നെ ദാനം ചെയ്യണമെന്നില്ല, ഒരു വസ്തു തന്നെ ദാനം ചെയ്യണമെന്നില്ല. സ്നേഹം ദാനം ചെയ്യാം, അറിവ് ദാനം ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഉണ്ട് എന്നാണ് ഈ സലഫി പുരോഹിതൻ പറയുന്നത്. ആ ഭാഗം നമുക്ക് കേട്ടു നോക്കാം. അതുപോലെ അയാൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടണം. അതൊക്കെ മയ്യത്തിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അയാളുടെ വസിയ്യത്തുകൾ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം ഇന്ന് സമൂഹത്തിൽ പ്രചരിക്കുന്ന അയാൾക്ക് വേണ്ടി, മരിച്ച വ്യക്തിക്ക് വേണ്ടി, അതായത് എൻ്റെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ ഭാഗം പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. ആചാരങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യണം. തഹ്ലീൽ സമർപ്പിക്കൽ, 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മയ്യത്തിന് ഹദിയ ചെയ്യുന്ന സമ്പ്രദായം. പുരോഹിത, സലഫി പുരോഹിത, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ദാനം ചെയ്യണം എന്ന്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാനൊരു ബംഗാളിയുടെ കൂടെ കൂലിപ്പണിക്ക് പോയി ഒരു 500 രൂപ സമ്പാദിച്ച് ആ 500 രൂപ നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ? ഞാനിന്ന് ഒരു പണിക്കും പോകാതെ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇനി മാതാപിതാക്കൾക്ക് ഞാൻ ഹദിയ ചെയ്തു എന്ന് വിചാരിക്കും, അത് സ്വീകരിക്കുന്നില്ല.
ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ആ 70,000 തസ്ബീഹ് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ചെയ്താൽ എനിക്കതിൻ്റെ പുണ്യം ലഭിക്കില്ലേ? അങ്ങനെ പുണ്യം ലഭിച്ച് ഞാൻ ഒരു പക്ഷേ റിജാൽ എന്ന പദവിക്ക് അർഹനായി മാറിയാലോ? എന്താണ് ഈ അഗ്റാഫി റിജാൽ? നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹത്തിന്റെ ബാക്കി ഭാഗം കേട്ട് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. വർത്താനം കേട്ടാൽ വിചാരിക്കും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഏതോ ഒരു കുഞ്ഞാണ് എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത് തന്നെ ഇദ്ദേഹമാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ചരിത്രം, നുബൂവത്തിന് ശേഷമുള്ള ചരിത്രം, ആ ചരിത്രം പൂർണ്ണമായിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ല. അതിനു മുമ്പുള്ള ചരിത്രം, 40 വയസ്സ് വരെയുള്ള ചരിത്രം, ആ ചരിത്രം പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല. എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഒരു വ്യക്തിയുടെയും സമ്പൂർണ്ണ ചരിത്രം മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഇല്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഴുവൻ ചരിത്രം പോലും സ്വന്തം മാതാപിതാക്കളുടെ കൈകളിലില്ല. മാതാപിതാക്കളുടെ മുഴുവൻ ചരിത്രം പോലും കുഞ്ഞുങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ആരുടെ ഒരു ചരിത്രവും മറ്റൊരാളുടെ കൈകളിൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് സലഫി പുരോഹിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ചരിത്രവും താങ്കളുടെ കയ്യിൽ വന്നുപെടുക? താങ്കൾ എന്തൊരു ഊളത്തരമാണ് ഈ സംസാരിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവൻ ചരിത്രവും താങ്കളുടെ കയ്യിൽ കിട്ടി എന്ന് വിചാരിക്കുക. അത് താങ്കൾ മനസ്സിലാക്കുന്നത് അത് എഴുതി വെച്ച വ്യക്തിയുടെ അറിവിനനുസരിച്ചായിരിക്കും, അയാളുടെ നിലവാരത്തിനനുസരിച്ചായിരിക്കും. എഴുതി വെക്കുന്ന വ്യക്തിക്ക് അത് അതേപടി അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ എഴുതി വെക്കുന്ന വ്യക്തി ഏത് വിധത്തിലാണോ അവതരിപ്പിച്ചത് ആ വിധത്തിലായിരിക്കും താങ്കൾ മനസ്സിലാക്കുക. അല്ലാണ്ട് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ താങ്കൾക്കൊരു കാരണവശാലും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. താങ്കളെ കൊണ്ട് ഇപ്പോൾ ഈ സംസാരിപ്പിക്കുന്നത് താങ്കളുടെ അഹന്തയാണ്, താങ്കളുടെ അഹങ്കാരമാണ്, അല്ലാതെ താങ്കളുടെ അറിവല്ല. നമുക്ക് അടുത്ത ഭാഗം കേട്ടു നോക്കാം. ഹദിയ ചെയ്യുന്ന സമ്പ്രദായം പ്രവാചകചര്യയിൽ പെട്ടതല്ല. പിഴച്ചുപോയ വഴികേടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കളുടെയും അതുപോലെയുള്ള കക്ഷികളുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇങ്ങനെ മരിച്ചുപോയ വ്യക്തിക്ക് വേണ്ടി, മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെയ്യുന്നത്, എന്ന് തസ്ബീഹ് ചെയ്യുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിലും ഇല്ല. മരിച്ചുപോയ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിലും ഇല്ല എന്നാണ് ഈ സലഫി പുരോഹിതൻ അവകാശപ്പെടുന്നത്. എൻ്റെ സലഫി പുരോഹിത, പ്രവാചകൻ പഠിപ്പിച്ച ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഖുർആനാണ്, പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആനിൽ ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്. താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, കേട്ടോളൂ. റബ്ബനാ ഗഫിർലി വലിവാലിദയ്യ വലിൽമുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: റബ്ബനാ ഗഫിർലി, എനിക്ക് നീ പുറത്തു തരിക, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കും, വലിൽമുഅ്മിനീന, സകല ദൈവവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കും. എൻ്റെ സലഫി പുരോഹിത, ഇത്തരത്തിലുള്ള ഒരുപാട് ദുആകൾ, ദിവ്യ മന്ത്രങ്ങളും ഉൾപ്പെടുന്നതാണ് ഖുർആൻ. ഈ ഖുർആൻ അല്ലാതെ മറ്റെന്ത് പിണ്ണാക്കാണ് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പാരായണം ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തസ്ബീഹ് അല്ലാതെ മറ്റെന്ത് കോപ്പാണ് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ മരണശേഷം ചെയ്യേണ്ടത്? അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ടി ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല, അത് അവർക്ക് ചൊല്ലാം. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ടി ഞാൻ ഖുർആൻ പാരായണം ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവർക്കും ചെയ്യാം. അവർ മരിച്ചു കഴിഞ്ഞാൽ, അവർ എന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ, എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമാണ്. അതിന് എല്ലാ സന്ദർഭവും അനുവദിക്കുന്നില്ല എങ്കിൽ ഖുർആനിൻ്റെ ആകെ തുകയായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എനിക്ക് ചൊല്ലിക്കൊണ്ടേയിരിക്കും. താങ്കൾ പറയുന്നത് പോലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുകൊണ്ട് അവർക്കൊരു ഗുണവും കിട്ടില്ല, കിട്ടണ്ട. കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടെ, പക്ഷെ എനിക്ക് കിട്ടുമല്ലോ, ഞാനല്ലേ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്.
ഇനി ഞാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് ഞാൻ അവർക്ക് ഹദിയ ചെയ്യുന്നു, അവർക്ക് വേണ്ടി നിയത്ത് ചെയ്തിട്ടാണ് ഞാൻ ഖുർആൻ ഓതുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു, സലഫി പുരോഹിതൻ പറയുന്നു, അവർക്കൊരു ഗുണവും കിട്ടില്ല. കിട്ടണ്ട, എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഞാനൊരു ആറാഫി റിജാൽ ആയാലോ? സലഫി പുരോഹിത, താങ്കൾക്കറിയുമോ എന്താണ് ഈ ആറാഫി റിജാൽ എന്ന്? അറിയില്ല. പറയാം, ഞാനത് പറഞ്ഞുതരാം. അതിനുമുമ്പ് നമുക്ക് സലഫി പുരോഹിതന്റെ കേട്ടുനോക്കാം, ബാക്കി കേട്ടുനോക്കാം. പിഴച്ചുപോയ വഴികേടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കളുടെയും അതുപോലെയുള്ള കക്ഷികളുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിലുണ്ട്. അത് പിഴച്ചുപോയ, നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ തുടക്കത്തിൽ കാണിച്ചതാണ്, ഷിയാക്കളുടെ ശിങ്കടികളാണ് സൂഫികൾ എന്നാണ് ഇദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്. ഇദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞതല്ല, ഞങ്ങൾ തുടക്കത്തിൽ കാണിച്ചത്. അപ്പോൾ ഷിയാക്കൾ ആരാണെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പിഴച്ചുപോയ ആൾക്കാരാണ് ഷിയാക്കൾ. ഷിയാക്കൾ പിഴച്ചുപോയി എന്നത് സത്യമാണ്. പിഴച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് യസീദ് എന്ന ഒരേ ഒരു ചോദ്യം രാഷ്ട്രീയ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് സ്വയം പേരിട്ട് വിളിക്കുന്ന ആ വർഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തുകൊണ്ട് യസീദ് എന്ന് ചോദിച്ച ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ്, ആ ഒരു ഘട്ടം തൊട്ടാണ് ഷിയാക്കൾ പിഴച്ചുപോയത്. എൻ്റെ സലഫി പുരോഹിത സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്ക് വീഡിയോയുടെ അടുത്ത ഭാഗം കേൾക്കാം. പിഴച്ചുപോയ വഴികേടുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കളുടെയും അതുപോലെയുള്ള കക്ഷികളുടെയും ഒക്കെ ഗ്രന്ഥങ്ങളിലുണ്ട്. അതല്ലേ ഇവർ കാണുള്ളൂ. അഹ്ലുസുന്നത്തിന്റെ പേര് പറയും, ഞങ്ങൾ അഹ്ലുസുന്നത്തിന്റെ ആളുകളാണ്, അതിന്റെ മൊത്ത കുത്തക ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊക്കെ അവകാശവാദം പറയും ചെയ്യും. ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നതൊക്കെ മുസ്ലിം സമുദായത്തിൽ ഇവര് പ്രചരിപ്പിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ഇത്തരക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഒരു പുരോഹിതനാണ്. ഈ പുരോഹിതന്മാരുടെ ഒരു മുഖമുദ്രയാണ്, അവരുടെ ഒരു സംസാരമാണ്, അവരുടെ ഒരു അവകാശവാദമാണ്. തങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ശരിയാണ്, മറ്റുള്ളവരുടെ കയ്യിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ തെറ്റാണ്. എൻ്റെ പുരോഹിതം, താങ്കൾ ഒരു സത്യസന്ധനാണെങ്കിൽ, താങ്കൾ സത്യം മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, താങ്കൾക്ക് എന്തുകൊണ്ട് വേദഗ്രന്ഥത്തിലെ ഏതെങ്കിലും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് താങ്കൾക്ക് ജനങ്ങളോട് സംസാരിച്ചുകൂടാ? താങ്കൾ എന്തിനാണ് താങ്കളുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങൾ നല്ലതും ഷിയാക്കളുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങൾ പിഴച്ചതും എന്ന് പറയുന്നത്? ഇത് രണ്ടും മനുഷ്യനിർമ്മിത ഗ്രന്ഥങ്ങളല്ലേ? താങ്കൾ വിശ്വസിക്കുന്ന, താങ്കൾ പ്രചരിപ്പിക്കുന്ന ഹദീസുകൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പുരോഹിത പുരാണങ്ങൾ, അതേപോലുള്ള പുരോഹിത പുരാണങ്ങൾ തന്നെയല്ലേ ഈ ഷിയാ ഗ്രൂപ്പിന്റെ കയ്യിലും ഉള്ളത്? നിങ്ങളുടെ കയ്യിലും ഉള്ളതും പുരോഹിത പുരാണങ്ങളാണ്. നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, നിങ്ങൾ എടുത്തുദ്ധരിക്കുന്ന പുരോഹിത പുരാണങ്ങളാണ്. അതേപോലുള്ള മറ്റൊരു പുരോഹിത പുരാണങ്ങളാണ് ഷിയ ഗ്രൂപ്പിന്റെയും കയ്യിലുള്ളത്. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ, നിങ്ങൾ നേർക്കുനേരെ സംസാരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ മാന്യനാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ എടുത്ത് ഉദ്ധരിച്ച് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തുകൂടാ? നിങ്ങൾ എന്തിനാണ് ഈ വീണ്ടും 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 ഈ പുരോഹിത പുരാണങ്ങൾ തന്നെ എടുത്ത് വിളമ്പുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ വിളമ്പുന്ന നിങ്ങൾക്ക് എന്തവകാശമാണ് ഷിയാക്കൾ പിഴച്ചു പോയവരാണെന്ന് വാദിക്കാനുള്ളത്? അവർ പിഴച്ചു പോയവരാണെങ്കിൽ അവർ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങളും ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളും പിഴച്ചു പോയവരാണ്. പക്ഷേ തുടക്കത്തിൽ അവരല്ല പിഴച്ചത്, നിങ്ങളാണ് പിഴച്ചത്. നിങ്ങളാണ് മുആവിയയെ പിന്തുണച്ചത്. മുആവിയയ്ക്ക് ശേഷം യസീദിനെ പിന്തുണച്ചത് നിങ്ങൾ തന്നെയാണ്, ഷിയാക്കളല്ല. ഷിയാക്കൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. മറ്റൊന്നുകൂടി പറഞ്ഞാൽ, ഷിയാക്കൾ ഇന്നും ഒരു ആത്മീയ നേതാവിൻ്റെ കീഴിലാണ് നിലകൊള്ളുന്നത്. ഈ അഹ്ലുൽ സുന്നത്ത് വൽ ജമാ എന്ന് സ്വയം അവകാശപ്പെടുന്ന നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ഇടയിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്? 6666, അല്ലെങ്കിൽ 7777, അതുമല്ലെങ്കിൽ 8888, എത്ര ഗ്രൂപ്പുകളുണ്ട്? നിങ്ങൾ തന്നെ ഒന്ന് വ്യക്തമാക്കും. ആ കാര്യം എടുത്ത് പരിശോധിച്ചാൽ, ആ ഒരു കാര്യം എടുത്ത് പരിശോധിച്ചാൽ ചിഹ്ന ഭിന്നമായി തീർന്നത് നിങ്ങളാണ്, ഷിയാക്കളല്ല. ഷിയാക്കൾ നിങ്ങളെപ്പോലെ ചിഹ്ന ഭിന്നമായി തീർന്നിട്ടില്ല. എന്തുകൊണ്ട് യസീദ് എന്ന ചോദ്യം ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ആളുകൾ ചോദിച്ചപ്പോൾ ആ കൂട്ടത്തിനെതിരെ, ആ കൂട്ടത്തിനെ നോക്കിക്കൊണ്ട് മിനല്ലദീന ഫറഖൂ ദീനഹും കാനൂ ഷിയ എന്ന
ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിനെ, ആ കൂട്ടത്തെ നിങ്ങൾ ഷിയാക്കളാക്കി മാറ്റിയപ്പോൾ യഥാർത്ഥത്തിൽ മിനല്ലദീന ഫർറഖു ദീനഹും കാനു ഷിയ എന്ന വചനം, എന്ന പ്രവചനം പുലർന്നത്, യഥാർത്ഥത്തിൽ പുലർന്നത് നിങ്ങളിൽ തന്നെയാണ്, ഷിയാക്കളിലല്ല. ഷിയാക്കൾ നിങ്ങളെപ്പോലെ ചിഹ്ന ഭിന്നമായി മാറിയിട്ടില്ല. അവർ ഇന്നും ഒരു കെട്ടായി തന്നെ നിലകൊള്ളുന്നുണ്ട്, ഒരു ഇമാമിൻ്റെ കീഴിൽ നിലകൊള്ളുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഒല്ലലുമൻ തൂറിയതുപോലെ എന്ന് നമ്മൾ പഴമക്കാർ പറയും, അതേപോലെയാണ്. അല്ലെങ്കിൽ കോഴി തീട്ടം ചെല്ലിയതുപോലെ എന്നൊക്കെ പറയും. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് സ്വയം അവകാശപ്പെടുന്ന നിങ്ങൾ, അങ്ങനെ സ്വയം പറഞ്ഞ് ഞെളിയുന്ന നിങ്ങൾ, ആ നിങ്ങളാണ് മിനല്ലദീന ഫർറഖു ദീനഹും കാനു ഷിയ എന്ന വചനം ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ആളുകൾ. ഇനി നമ്മളുടെ ഇടയിൽ പറഞ്ഞു അറഫ് റിജാൽ. നമ്മുടെ സലഫി പുരോഹിതൻ പറഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മരിച്ചുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി തഹ്ലീൽ പാടില്ല. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിവ്യമന്ത്രമാണ്. അത് പാടില്ല, അത് നിർബന്ധമാണ് എന്നാണ് ഞങ്ങൾ സൂഫികളുടെ അഭിപ്രായം. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, അങ്ങനെ പാരായണം ചെയ്തിട്ട് ഹദിയ ചെയ്യാൻ പാടില്ല. അതും വളരെ നിർബന്ധമാണ്. അത് മാത്രമേ നമുക്ക് പിന്നീട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് നിർബന്ധമായും ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് തസ്ബീഹ് ചെയ്യാം, നമ്മൾക്ക് നിരന്തരം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അത് നിർബന്ധമാണ്. അത് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾ സൂഫികളുടെ അഭിപ്രായം. ഇനി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായം ഉള്ളത് കൊണ്ട് ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ പ്രസ്ഥാനം വിശ്വസിക്കുന്നത് പോലെ നമ്മളിങ്ങനെ തസ്ബീഹ് ചെയ്താലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരുന്നാലോ, അല്ലെങ്കിൽ ഒരുപാട് പുരോഹിതന്മാർക്ക് ബിരിയാണി വെച്ച് വിളമ്പി അവരുടെ കുംഭ വീർപ്പിച്ച് വിട്ടത് കൊണ്ടോ ഈ ഖബറിൽ വെളിച്ചം വരില്ല, അല്ലെങ്കിൽ ഖബർ കോട്ട മൈതാനം പോലെ വിശാലമായി കിടക്കില്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ. യാസീൻ, യാസീൻ എന്നൊരു അധ്യായമുണ്ട് ഖുർആനിൽ. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. അറിയാം, നിങ്ങൾക്കറിയാം, എനിക്കറിയാം. കാരണം നിങ്ങൾ ഖബറിടങ്ങളിലൊക്കെ യാസീൻ ഓതാറുണ്ട്. കാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദമ വദർ റഹ്മാനു വസദകൽ മുർസലൂൻ എന്നൊരു വചനമുണ്ട്. കാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ. ഖബറുകളിൽ നിന്ന് എണീച്ചു വന്നിട്ട് ഓരോ വ്യക്തികളും ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഈ നീണ്ട ഉറക്കിൽ നിന്ന് ഞങ്ങളെ ആരാണ് വിളിച്ചുണർത്തിയത്? നാശം. ആ സമയത്ത് മറ്റൊരു കൂട്ടം പറയുകയാണ്, മക്കളെ, ഇതാണ് ദൈവം വാഗ്ദാനം ചെയ്തത്, പ്രവാചകന്മാർ നിങ്ങൾക്ക് മുമ്പിൽ സത്യസന്ധമായി അവതരിപ്പിച്ചത്. ഇങ്ങനെ ഒരു കൂട്ടം പെട്ടെന്ന് ഉറക്കിൽ നിന്ന് നെറ്റി ഉണരുന്നത് പോലെ നെറ്റി ഉണരുമ്പോൾ മറ്റൊരു കൂട്ടം എന്ന് പറയാനായിട്ട് അവിടെ ഉറക്കൊഴിച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നല്ല, സൂറത്ത് യാസീനിലെ ഒരു വചനമാണ്. അപ്പോൾ ഒരു കൂട്ടം പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്നത് പോലെ നെറ്റി ഉണരുന്നു, നല്ല നീണ്ട ഉറക്കമായിരുന്നു, നിശപിക്കുന്നു. മറ്റൊരു കൂട്ടം വളരെ ശാന്തമായിട്ട് പറയുന്നു, അപ്പൊ ഈ കൂട്ടം ഉറങ്ങിയിട്ടില്ല. എൻ്റെ പുരോഹിതന്മാരെ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ റൂഹും റുഹാനിയും അവൻ്റെ ശരീരത്തിൽ നിന്ന് എങ്ങോട്ടോ പോകുന്നു. എങ്ങോട്ടേക്കെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമാക്കാം. ഈ വീഡിയോയിൽ ഞാൻ ചർച്ച നീട്ടുന്നില്ല. എങ്ങോട്ടോ പോകുന്നു. പിന്നീട് ആ ശരീരം ചീനടിയുന്ന ഒരു ശരീരം മാത്രമാണ്. ചില ശരീരങ്ങൾ വ്യത്യസ്തമായിട്ട് ചീനടിയാതെ നിലകൊണ്ടേക്കാം. അതിൻ്റെ രഹസ്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറയും, ഇപ്പൊ പറയുന്നില്ല. സ്വാഭാവികമായിട്ട് സാധാരണഗതിയിൽ പിന്നീട് ചീനടിയുന്ന ഒരു ശരീരമാണ് ഈ ഖബറിനകത്ത് ഉള്ളത്. ഈ ഖബറിനകത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെവിടെ ഒരു ട്യൂബ് ഫിറ്റ് ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു എമർജൻസി ലൈറ്റ് കൊണ്ടുപോകുന്നത് കൊണ്ടോ,
അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതനെ വിളിച്ചിട്ട് ആ ഖബറിനകത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്നത് കൊണ്ടോ ഒരു കാര്യവുമില്ല. കാരണം അവിടെ റൂഹുമില്ല, റൂഹാനുമില്ല. ഈ ഖബറിനകത്തുള്ളത് ചീനലിഞ്ഞു പോകുന്ന ശരീരം മാത്രമാണ്. ഇനി ഈ ഖബർ എങ്ങനെ വിശാലമാക്കാം? കോട്ട മൈതാനം പോലെ വിശാലമാക്കാം. ഈ കോട്ട മൈതാനം പോലെ വിശാലമാക്കണമെങ്കിൽ അതിന് ദ്വാ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഖബർ കുഴിക്കുമ്പോൾ തന്നെ വലിയ യുദ്ധമായിട്ടൊന്ന് കുഴിച്ചാൽ പറയും. അല്ലെങ്കിൽ അവർ അതുവരെ താമസിച്ചുകൊണ്ടിരുന്ന ആ വലിയ വീട്ടിൽ, ആ കൊട്ടാരം പോലുള്ള വീട്ടിൽ, അതിന്റെ സെൻട്രൽ ഹാളിൽ തന്നെ ഒരു കത്തില പിടിച്ച് അടഞ്ഞു കിടത്തിയാൽ പോരെ. പിന്നെ വിശാലമാക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഒരു ഇടുങ്ങിയ ഖബറിൽ കൊണ്ടുപോയി കിടത്തുകയും പിന്നെ ആ ഖബർ വിശാലമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും സൂഫികൾ ചെയ്യാറില്ല. സൂഫികൾ മനസ്സിലാക്കുന്നത് എന്നൊരു കൂട്ടം വിളിച്ചു ചോദിക്കുമ്പോൾ മറ്റൊരു കൂട്ടം പറയുന്നുണ്ട് അങ്ങനെ പറയാൻ ഈ ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേൽക്കുന്ന ആ കൂട്ടത്തോട് ഒരിക്കലും ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് പറയാൻ, ഇങ്ങനെ പറയാൻ കെൽപ്പുള്ള ആ വിഭാഗമാണ്, അല്ലെങ്കിൽ ആ ഒരു പദവി നേടിയെടുക്കുന്ന ആ വിഭാഗമാണ് അഹ്റാഫി റിജാൽ. ഇനി എൻ്റെ സലഫി പുരോഹിത, എന്താണ് ഈ സ്വർഗം? ഞാനൊരു സ്വർഗത്തിൽ പോവുകയാണെന്ന് സങ്കല്പിക്കാത്ത ആൾക്കാർ. ഞാനൊരു സ്വർഗത്തിൽ പോവുകയാണ്. അവിടെ എനിക്ക് ആവശ്യമുള്ളത് മുഴുവനുണ്ട്. എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മുഴുവനും അവിടെയുണ്ട്. പക്ഷേ ഒരു കാര്യം മാത്രമില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ മാതാപിതാക്കൾ അവിടെയില്ല. എൻ്റെ സലഫി പുരോഹിത, ഞാനൊരു സ്ഥലത്തെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അവിടെ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് അത് സ്വർഗമായിട്ട് തോന്നുകയുള്ളൂ. ഞാൻ അവിടെ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചാൽ എൻ്റെ മാതാപിതാക്കൾ തീർച്ചയായും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ അധികാരം ലഭിക്കുന്ന വ്യക്തികളാണ് അഹ്റാഫി റിജാൽ എന്ന് പറയുന്നത്. ഈ അഹ്റാഫി റിജാൽ എന്ന സ്ഥാനത്തേക്ക് ഒരു വ്യക്തി എത്തിപ്പെടുന്നത്, ആ ഒരു സ്ഥാനം കരസ്ഥമാക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിവ്യ മന്ത്രം കൊണ്ട് മാത്രമാണ്. അഹ്റാഫി റിജാൽ എന്ന സ്ഥാനത്ത് ഒരു വ്യക്തി എത്തിപ്പെടുന്നത് ദിവ്യ ഖുർആൻ നിരന്തരം പാരായണം ചെയ്യുന്നത് മൂലമാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ ഈ പുരോഹിത പുരാണങ്ങൾ വിളമ്പിയിട്ടല്ല അഹ്റാഫി റിജാലുകൾ ആ സ്ഥാനത്ത് എത്തിപ്പെടുന്നത്. അല്ലെങ്കിൽ ഈ അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ പ്രസ്ഥാനക്കാർ വിളിച്ചു കൂവുന്നത് പോലെ റബ്ബേ അല്ലാ ആ ഖബർ വിശാലമാക്കണേ, ആ ഖബറിൽ വെളിച്ചം നൽകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് പുരോഹിത ഭക്തന്മാരെ സ്ത്രീകളുടെ പേഴ്സ് കാലിയാക്കുന്ന ഒരു പണിയെടുത്തിട്ടല്ല, അത്തരം സംസ്കാരങ്ങൾ പ്രചരിപ്പിച്ചിട്ടല്ല അഹ്റാഫി റിജാൽ എന്ന ആ സ്ഥാനത്തിന് ഉടമയാവുന്നത്. ഏതൊരു അഹ്റാഫി റിജാലും ആ സ്ഥാനത്തിന് ഉടമയാകുന്നത്, ആ സ്ഥാനത്തിന്റെ അവകാശിയാവുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരേ ഒരു തസ്ബീഹ് കൊണ്ട് മാത്രമാണ്. ആ തസ്ബീഹ് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. അത് മാതാപിതാക്കൾ മരിച്ച കാരണത്താലാവാം, മാതാപിതാക്കൾക്ക് വേണ്ടി നിയത്ത് ചെയ്തുകൊണ്ടാവും, എങ്ങനെയും ആവും, എപ്പോഴും ആവും. കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിവ്യമന്ത്രം വേദഗ്രന്ഥമായ ഖുർആനിന്റെ ആകെ തുകയാണ്. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖാത്തം തീർത്തോവർ, മുഹിദ്ദീൻ മലയുള്ള ഒരു വരിയാണ്. ഒരു കാമൽ നിന്നിട്ട് ഒരു ഖാത്തം തീർത്തോവർ. ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിലാണെങ്കിൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ദിവ്യമന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു കാലിൽ പൊക്കുകയും മറുകാലിൽ നിൽക്കുകയുമാണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നടക്കാൻ സാധിക്കൂ. രണ്ട് കാലും ഭൂമിയിൽ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുക, നടക്കാൻ സാധിക്കില്ല. ഒരു കാലിൽ നിൽക്കുന്നു എന്ന അവസ്ഥ വരുന്നത് നമ്മൾ നടക്കുമ്പോഴാണ്. ഒരു കാലിൽ നിൽക്കുന്നു, മറ്റേ കാൽ പൊക്കുന്നു, ആ കാലിൽ അമർത്തുന്നു, ആ കാലിൽ നിൽക്കുന്നു, മറ്റേ കാൽ പൊക്കുന്നു. ഒരു കാലിൽ നിന്നുകൊണ്ട് ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഉച്ചരിച്ച ആ ദിവ്യമന്ത്രം, അല്ലെങ്കിൽ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉച്ചരിച്ച ആ ദിവ്യമന്ത്രം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിവ്യമന്ത്രം തന്നെയാണ്. അതുകൊണ്ടാണ് ഖാദി മുഹമ്മദ് എഴുതി വെച്ചത് ഒരു കാമൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ എന്നാണ്. ഈ സൂഫികൾ എന്ന് പറഞ്ഞാൽ സലഫി പുരോഹിതന്മാർ ചിന്തിക്കുന്നത് പോലെ ഊളകളോ ഷിയാക്കളുടെ ശീങ്കിടികളോ അല്ല. ഈ സൂഫികൾ എന്ന് പറഞ്ഞാൽ
സൂഫി എന്ന പദത്തിൻ്റെ അർത്ഥം പോലും ഇന്നും വളരെ രഹസ്യമായി കൊണ്ടു നടക്കുന്നു. അത്രയും മനക്കരുത്തുള്ള, അത്രയും ജ്ഞാനമുള്ള, അത്രയും ഈമാനുള്ള വ്യക്തികളാണ് സൂഫികൾ. ഈ സൂഫികളെ പരിഹസിക്കാൻ പോയിട്ട് സൂഫി എന്ന പദം ഉച്ചരിക്കാൻ പോലും ബ്രിട്ടീഷ് ജാരസന്തതിയായ സലഫികൾക്ക് ഇല്ല. അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ കേവലം സൂഫി എന്ന ആ വാക്കിൻ്റെ അർത്ഥമെങ്കിലും നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്കറിയുമെങ്കിൽ കൊണ്ടുവരും. എൻ്റെ സലഫി പുരോഹിത, താങ്കൾ തനിച്ച് ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പുള്ള മുഴുവൻ സലഫികളെയും വിളിച്ചോളൂ. എന്നിട്ട് എല്ലാവരും കൂട്ടം ചേർന്നിട്ട് എല്ലാവരും ഒന്നിച്ച് പരിശ്രമിച്ചിട്ട് ഈ സൂഫി എന്ന ഒരേ ഒരു വാക്കിൻ്റെ കേവലം അർത്ഥമെങ്കിലും കണ്ടെത്താൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി അതും വേണ്ട, നിങ്ങൾക്ക് അങ്ങനെയും സാധിക്കുന്നില്ലെങ്കിൽ, ഈ സലഫി പ്രസ്ഥാനത്തിന് കൂട്ടമായി നിന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ നിങ്ങളാണ് ഈ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് എന്ന്. ഈ ആരൊക്കെയാണ് ആ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത്, അവരെ മുഴുവനും നിങ്ങൾ വിളിച്ചോളൂ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഒരു ശ്രമം നടത്തി നോക്കൂ സൂഫി എന്ന ഈ പദത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ. അങ്ങനെ കണ്ടെത്തിയിട്ട് വരൂ. അതിനുശേഷം നമുക്ക് സൂഫികളെ കരിവാരി തേക്കാം. കേട്ടാ, തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹത്തോടുകൂടി വിടാം.